ഹായ് ചെയ്യുമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. ഇറങ്ങാനുള്ള പരിപാടിയിലാണ്, ചായപടിയിലാണ്. ഇന്ന് അവില് സംഭവം അവിടെ മാവൊക്കെ എന്താ പറയുക ആട്ടി കുഴച്ച് കലക്കൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ അവൾക്ക് ഇന്നലെ തൊട്ട് ഛർദിയാണ്. ചിന്നവന് ഇന്നലെ തൊട്ട് ഛർദി. ഇന്ന് രാവിലെ ആയപ്പോഴേക്ക് പറ്റ ക്ഷീണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ആര്യമോളത്ത് ഓക്കെയാണ്. പക്ഷേങ്കിൽ ഇന്ന് സ്കൂളിലേക്ക് വിടണമെന്നില്ല. രണ്ടുപേരും കിടക്കുകയാണ്, എണീറ്റില്ല പറഞ്ഞാൽ ഞാനും ചിന്ന രാവിലെ വണ്ടിയൊക്കെ ഇവിടെ അല്ല നിർത്തൽ, ഇവിടുന്ന് കയറ്റിയിട്ട് വണ്ടി അവിടെയാണ്. രാവിലെ തന്നെ ലാബിലൊക്കെ ഒന്ന് പോയി ഞാൻ ഷുഗറും അതുപോലെ തന്നെ തൈറോയിഡിനൊക്കെ വേണ്ടിയിട്ടുള്ള സാമ്പിളൊക്കെ കൊടുത്തിട്ട് പോകുന്നതാണ്. ഇനി 2 മണിക്കൂർ കൊണ്ട് ചെല്ലണം. അതിപ്പോൾ പോകാനായി. അപ്പോഴേക്കും പിന്നെ അവർ വിളിച്ചോളും. എപ്പോഴാണ് അവന് ചെല്ലേണ്ടത്? 2 മണിക്കൂർ കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഒരു 7 മണി 7:30 തോന്നുന്നു പോയത്. അങ്ങനെയാണെങ്കിൽ അടുത്ത പോക്ക് പോകാനായി. ചായ കുടിച്ചിട്ട് പോകണമെന്ന് പറയാം. അവരെന്തായാലും ചായ കുടിക്കട്ടെ, ഞാൻ ഈ അവരും കൂട്ടി കുടിക്കട്ടെ. നടുവിന് അങ്ങാടിയിൽ നിന്ന് കാര്യമായിട്ട് കുടിക്കാം. ഈ ഷീറ്റോട് കിട്ടിയിട്ട് നീല കളറാണ് മുഖത്തേക്കൊക്കെ. ഇവിടെ തന്നെ മൊത്തത്തിൽ നമ്മൾ കണ്ണോട് നോക്കുമ്പോൾ തന്നെ നീലയാണ്. ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ പാടത്ത് ഒരു സൈസ് ദേശാടന പക്ഷികൾ വന്നിട്ടുണ്ട്. അതായത് ചുണ്ടൊക്കെ നല്ല നീളമുള്ളതാണ്. സാധാരണ നമ്മളിവിടെ കാണാത്തൊരു ഐറ്റം ആണത്. ശരി, ഇവിടുന്ന് ഇത് സൂം ചെയ്താലൊന്നും കാണൂല കേട്ടോ, കാരണം അവർ അത്രയും ദൂരെയാണ്. പിന്നെ മാത്രമല്ല ഇതിനത്ര സൂമിങ് കപ്പാസിറ്റി ഉള്ളൂ, അത് 2x ഉള്ളൂ. എന്നാലും കണ്ണുകൊണ്ട് നമുക്കിങ്ങനെ കാണാം. ഒരിങ്ങനെ എന്തൊക്കെയാ കൊത്തിച്ചെനിക്ക് കിടക്കുകയാണല്ലേ. എത്ര ഉണ്ടോ വെച്ചാൽ 2, 4, 6, 8, 10, 12, 14 കണ്ണിൽ കാണുന്നുണ്ട്. അത്രയുണ്ട്. ഒരു ലോക്കൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളീ പോകുന്നത്. 10 മണിയാകുമ്പോൾ തിരിച്ചു വരുന്ന എന്തിനാ വെച്ചാല് ഷുഗറിന്റെ ടെസ്റ്റ് ഭക്ഷണം കഴിച്ചിട്ട് കൊടുക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി വരണം. ഇപ്പൊ തന്നെ സമയം 9:20 പോരണ്ടില്ലേന്നൊന്നും തോന്നുന്നുണ്ടെങ്കിൽ. എന്നാലും ഒന്ന് പോയി നോക്കാം. ലോക്കല് കിട്ടുമല്ലോ. ലൈനിലെത്തിക്കണേ. ഈ ഒരു ലോക്കല് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എണ്ണ അടിക്കും വേണ്ട. ഒരു 11 ഉണ്ടാവില്ലല്ലോ, 8, 9, 10ാമത്തെ വണ്ടിയായിട്ടാണ് നമ്മൾ നിർത്തിയുള്ളത്. നല്ല വെയിലാണ് ഈ നേരത്തെ, മുഖത്തേക്ക് അടിക്കുകയാണ്. മഴക്കാലൊക്കെ മാറിയിട്ട് വേനൽക്കാലമായി മാറിയിട്ടുണ്ട്. വണ്ടിന്റെ പുറത്തേക്ക് ഒന്നും അങ്ങനെ വന്നാണ്ട് ഇങ്ങനെ ചാരിക്കാനൊന്നും പറ്റൂല, അതാണ് അവസ്ഥ. ഇപ്പോൾ സ്കൂൾ ടൈം ആയതുകൊണ്ട് കുട്ടികളൊക്കെ പോകുന്ന അങ്ങനെ കാണും. ഏതായാലും അനങ്ങണില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ഷോട്ടാണിത്. അനങ്ങണില്ല. ഒരു ലോക്കല് വണ്ടി ഇരുന്നാണ്ടേ അതിലിതിലും പോണ ആൾക്കാരെ നോക്കട്ടെ. ഫോണുമ്മ കളിച്ചാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും നമുക്ക്. ഫോണുമ്മ കളിക്കണില്ല. വേഗം ഒരു ലോക്കലെടുത്ത് എണ്ണ അടിച്ച് സെറ്റാകാൻ നോക്കട്ടെ. വേറെ സമയം 10:03. 2 വണ്ടി കൂടി കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. ഇടയിൽ എനിക്കൊരു ലോക്കൽ പോലും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ നേരെ വീട്ടിൽ നിന്ന് വന്നു, സ്റ്റാൻഡിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നു. അവരെ ലാബിലേക്ക് കൊണ്ടുവന്നാക്കിയിട്ട് വേണം എനിക്ക് വീട്ടിൽ ഓടാൻ വേണ്ടിയിട്ട് വരാം. ലാബിൽ കൊണ്ടുവന്നാക്കിയാൽ പോരാ, ലാബിൽ കൊണ്ടുവന്നാക്കി റിട്ടൺ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി വിടണം. എന്നിട്ട് ഇനി ഓടാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിനേക്കാൾ നല്ലത് വരാതിരിക്കുന്നല്ലേ. ഇന്ന് സ്കൂൾക്ക് പോയിട്ടില്ല, നാളെ പോവും അല്ലേ. ഇപ്പൊ ഇന്ന് ചൊവ്വാഴ്ച, ചൊവ്വ കഴിഞ്ഞിട്ട് ബുധന്, നാളെ ബുധനാഴ്ച. നാളെ കളർ ഡ്രസ്സാണ്. രാവിലേക്കാണ് അവരെടുത്തിട്ടുണ്ട്. കണ്ട അവിടെ ആരും ഓക്കെ ആയിക്കണ്ടോ. എന്നിട്ട് എന്താ അത് കേറിയിട്ട് പിന്നെ ഞങ്ങളെ വീട്ടിൽ ആശുപത്രിന്നല്ലേ, ഗവൺമെന്റിന്ന് പനിയും ചത്തിയൊക്കെ ഉണ്ടായിട്ട് ഇപ്പൊക്കെ മാറി, അതൊക്കെ മാറി. നാളെ ഉണ്ട് ഞങ്ങളൊരു സ്കൂൾ പോക്ക്. എന്താ അത് ചില നേരത്തെ ഇങ്ങനെ പനിയും തലവേനൊക്കെ വരൂലേ. ഇനി വരൂല, ഇനി വരൂല, ഒക്കെ മാറി. ചോര കൊടുത്ത് വന്നു. രാത്രി കഴിഞ്ഞു. ഇനി കൈനീട്ടം കിട്ടിയല്ലോ എന്നുള്ള പരാതി വേണ്ട. കൈനീട്ടം കിട്ടിയിട്ടുണ്ട്. കൈനീട്ടം നിംസ് ഹോസ്പിറ്റലിലേക്കായിരുന്നു വണ്ടൂർ.
അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മടങ്ങി പോവാ. ഞാൻ പോണ പോക്കിൽ എണ്ണ അടിച്ചിട്ട് വേണം പോവാൻ. ഇല്ലാന്നാണെങ്കിൽ നമുക്കിനി അടുത്ത നല്ല ട്രിപ്പാണ്. ഒരു 10-12 കിലോമീറ്റർ ദൂരത്തേക്കായിരിക്കും. ആ ഒരു ട്രിപ്പ് എടുക്കാൻ നമ്മുടെ വണ്ടിയിൽ എണ്ണ ഉണ്ടാവില്ല. ഒരേ കസ്റ്റമറെ കൊണ്ട് നമ്മൾ പമ്പിൽ കയറേണ്ടി വരും. അപ്പൊ അതിനേക്കാൾ നല്ലത് നമ്മളിപ്പോൾ തന്നെ അടിച്ചേക്കാണ്. നോക്കിക്കോളി, ഒരു 12 കിലോമീറ്റർ ദൂരം. തേങ്ങ സമയം 11:40 നമ്മൾക്ക് ഒരു 140 രൂപയുടെ ട്രിപ്പ് കിട്ടിയതാണ്. സത്യം പറഞ്ഞാൽ 140 അല്ല 150 എനിക്ക് ദൂരം ഒന്ന് ചെറുതായിട്ട് പാച്ച്. ഒരു 200-300 മീറ്റർ ദൂരം കൂട്ടിയിട്ടില്ലെങ്കിൽ 10 രൂപയൊക്കെ നഷ്ടം പറ്റും കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, കുഴപ്പമുണ്ടായിരുന്നിട്ടും കാര്യമില്ല. നമ്മളവിടുന്ന് പോന്നു, അവരോട് റേറ്റ് പറഞ്ഞ് നമ്മൾ പൈസയും വാങ്ങി പോകുന്നു. പിന്നെയാണ് ഞാൻ ഓർത്തത് ഒരു 300 മീറ്റർ നമ്മൾ ഏറെ ഓടിയാണ്. അല്ലെങ്കിൽ 300 മീറ്റർ മതി 10 രൂപ ആവാനേ. മറ്റൊരു വിഷയമുണ്ട്. ഏതായാലും കൊള്ളാം. ഇത് കുറച്ച് ഉള്ളിലോട്ട് വന്നൊരു സ്ഥലമാണ്. ഇപ്പൊ നിങ്ങൾ കേട്ടക്കും കാപ്പിലൊരു ബാർബർ ഷോപ്പിലൊക്കെ എന്താ പറയാ ചെറിയൊരു കശപിശ പരിപാടിയൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് പേരിനോട് ചോദിച്ചതും കൂടിയാണ്. ഇതുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു പാലം, ഒരു തോട്, നല്ല രസമാണ് ഇവിടെ കേട്ടോ. നല്ല അടിപൊളി ഏരിയ. ഈ ഒരു തോട്ടിലേക്ക് നമ്മളെ ചെക്കന്മാരെ കൊണ്ടുവരണം ഒരു ദിവസം മീൻ പിടിക്കാനായിട്ട്. ഇത് നമ്മളവിടുന്ന് വരുന്ന തോടാണോ എന്ന് എനിക്കറിയില്ല. ആ തോടാവാൻ സാധ്യതയല്ല. എങ്കിലും ഇവിടെ ഉണ്ട് പടവുണ്ട്, പടവ്. ഈ പടവിന്റെ അടുത്ത് നമുക്ക് ധാരാളമായിട്ട് ആരല കിട്ടും. അതിൽ പടത്തിട്ട് മോള് നല്ല ആംബിയൻസ് ഏരിയ ആണ്, കുഴപ്പമൊന്നുമില്ല, കൊള്ളാം. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ ഞാൻ വന്നിട്ടുള്ള കാരാടാണ്. പക്ഷെങ്കിൽ കാപ്പിൽ വഴിയാണ് ഞാൻ വന്നത്. ചെങ്ങന്മാരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഒരു ട്രിപ്പ് കിട്ടിയതാണ്. അപ്പൊ സമയം എന്ന് പറയുന്നത് 1:10 ആവാറായിട്ടാണ്. 1:10 നേരം ആവാറായി. ഇന്നലെ നല്ല രീതിയിൽ ഓടിയപ്പോ തന്നെ ഞാൻ ഉറപ്പിച്ചതാണ് ഇന്നത്തെ ദിവസം ഒരു കരിഞ്ഞ ദിവസമായിരിക്കും, ഒരു ഓട്ടമില്ലാത്ത ദിവസമായിരിക്കും. പ്രതീക്ഷിച്ച പോലെയൊക്കെ തന്നെ എല്ലാവർക്കും സ്റ്റാൻഡിൽ ഇപ്പൊ എത്ര നേരം അതിനെ കുറിച്ച് ചർച്ച. ഇന്നൊരു ചൊവ്വാഴ്ചയാണ്, എല്ലാരും പറയണെന്ന് കരിഞ്ഞ ചൊവ്വാഴ്ചയാണ്. കരിഞ്ഞ ചൊവ്വാഴ്ച. നമ്മൾക്കൊരു 140 റുപ്യന്റെ 150 റുപ്യന്റെ ട്രിപ്പ് ഒന്ന് കിട്ടിയത് കൊണ്ട് നമ്മൾ ചെറുതായിട്ട് രക്ഷപ്പെട്ടു. സമയം കറക്റ്റ് 2 മണി. 2 മണി എന്ന് പറഞ്ഞാലേ ഞാൻ നേരത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു ട്രിപ്പ് ഇടണം. സ്റ്റാൻഡിൽ എത്രയും നേരം നല്ല ചൂട്, സ്റ്റാൻഡിൽ നിൽക്കാനും പറ്റുന്നില്ല. പക്ഷെങ്കില് വണ്ടിക്കൊരു വ്യത്യസ്തമായ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അതിപ്പോ ഈ ഒരു ട്രിപ്പുമ്പോഴാണ് തുടങ്ങിയത്. എന്തോ ഒരു സാധനം ലൂസായിട്ട് ഇങ്ങനെ തരിക്കണ സൗണ്ടാണ്. ഫുൾ ടൈം ഇല്ലതാണ്, ശ്രദ്ധിച്ച് ഞാൻ കേൾക്കണം. എന്നിട്ട് അത് എവിടെ നിന്നാണ് സൗണ്ട് വരുന്നത്, ഏത് ഭാഗത്തു നിന്നാണ് നോക്കിയിട്ട് അതിന് പരിഹാരം കണ്ടെത്തണം. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല. എനിക്ക് എന്തായാലും ഉഷാറായിട്ട് കേൾക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്. ഞാൻ അതിന് മുമ്പും പറഞ്ഞിരുന്നു ഓട്ടോറിക്ഷയാണ്, ഇതിന് ഇഞ്ചൻ സൗണ്ട് ഒക്കെ കൂടുതലാണ്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് വണ്ടിൻ്റെതല്ലാത്തൊരു സൗണ്ട് വന്നു കഴിഞ്ഞാൽ, സാധാരണ ഇല്ലാത്തൊരു സൗണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അത് എവിടുന്നാന്നുള്ള കണ്ടുപിടിക്കൽ കുറച്ച് പണിയാണ്. കുറെ നേരം ശ്രദ്ധിക്കണം ആ സൗണ്ട്. നമുക്ക് നോക്കട്ടെ. ആ സൗണ്ട് കണ്ടുപിടിക്കാനൊന്ന് നിർത്തിയതാണ്. അപ്പോ ഫ്രണ്ടിൽ നിന്ന് ഇവിടുന്നും അല്ല. അപ്പൊ ഇങ്ങനെ ബാക്കിക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് റബ്ബറണ്ട ഇതുമ്മന്നാണ് ആ സൗണ്ട്. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഇത് പൊട്ടിയിട്ടുണ്ടാവും, ഇല്ലാന്നാണെങ്കിൽ ലൂസായിരിക്കും. ടൈറ്റ് ആക്കിയാലും മതിയാവും. ഒരു സൗണ്ടാണ് കേട്ടോണ്ടിരുന്നത്. എന്തായാലേ പിന്നെ സൈലൻസർ നല്ല രീതിയിൽ ആടുണ്ടോ, ഫൗണ്ടേഷൻ പോയണോന്ന് ഡൗട്ട് ഉണ്ട്. ഫൗണ്ടേഷൻ പോയണോ എന്താ അറിയില്ല, നോക്കണം. മുട്ട ഉണ്ടാക്കണേ ഞങ്ങൾ ചോറ്റക്ക് ഇന്നൊന്നുമില്ല അല്ലേ. അവിടെ കറിയുണ്ട്. അമ്മക്ക് ഛർദിയാണ്, ഛർദി കിടക്കുക. എന്താ ഇന്റെ മാറി അങ്ങക്ക് എന്താ ഇങ്ങോട്ട് മാറി അയച്ച് അല്ലേ. മുട്ട പൊളിച്ചാണ്ട് എന്താ ഉള്ളി, ചെറിയ ഉള്ളി എടുക്കുന്നേ. ചെറിയ ഉള്ളി എല്ലായിട്ടൊരു ചെറിയ ഉള്ളി വേണം, മുളകും വേണം. നമ്മളുണ്ടാക്കണ മുട്ടേനെ എന്താ നമ്മളുണ്ടാക്കും മുട്ട.
എന്താ ഇപ്പൊ ഉണ്ടാക്കാറില്ല. ഇപ്പൊ അച്ഛനെ കൊണ്ടുവന്നാണ്ട് ഉണ്ടാക്കും. ഇപ്പൊ എന്താ പച്ച കളറ്? അതാണ് പച്ച. തെങ്ങന്മാരെ ഏറെ വൈകിട്ടാട്ട് ഇറങ്ങണേ. കുറച്ചേരം കടന്നു. അപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ട് വിളിക്കണേ. ഓടണൊന്നും ഇല്ല ചോദിച്ചാണ്ട്. ഓടണുണ്ട് എന്ത് ചോദിച്ചപ്പോ പറഞ്ഞു കടയൊക്കെ ഒന്ന് വാ, ഒരു ഫ്ലെക്സ് വാണിയമ്പലത്ത് സ്കൂളിൽ കൊണ്ടു കൊടുക്കാനാണ്. അതായത് അങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോഴേക്ക് നമുക്കൊരു 70 രൂപയുടെ ട്രിപ്പാണത്. അപ്പൊ വരാന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടേക്ക് പോവാന്ന് കരുതി. ഏതായാലും അത് കിടന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമുണ്ട്, ചിലപ്പോ നീക്കൂല. അതാണ് വിഷയം. നമ്പർ ആണല്ലോ. ഒരു ഫ്ലെക്സ് ബോർഡ് ഉണ്ട് കേട്ടോ. ആഹാ, ഇത് കെട്ടണം. ഇങ്ങനത്തെ സാധനമൊക്കെ വെച്ച് കെട്ടി കൊണ്ടുപോകുമ്പോ തന്നെ പേടിക്കണം. വേറെ ഒന്നല്ല, ഒന്ന് നാസാകണ പേടിയാണുള്ളത്. കാരണം കാറ്റ്, പാറല് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പതുക്കെ പോകാനേ പറ്റുള്ളൂ. പതുക്കെ അങ്ങനെ പോവാം. ഞാൻ മുമ്പും ഒരു ദിവസം കാണിച്ചിട്ടുണ്ട് ഈ റോഡ് കാര്യങ്ങളൊക്കെ കേട്ടാ. ഇതിലാണ് വാണിയമ്പലം സ്കൂളിലേക്ക് പോവാ. ആഹാ, കൊള്ളാല്ലേ. എന്തായാലും അവിടുത്തെ ടീച്ചറാന്ന് തോന്നുന്നു എനിക്ക് വിളിക്കില്ല, നിർത്തോട്ടെ. ഹലോ, ഞാൻ ആ ഫ്ലെക്സ് ആയിട്ട് വന്നതാണ്. ഓട്ടോ ഡ്രൈവറാ. അതായത് നേരെ ഇതിനകത്തേക്ക് കയറല്ലേ? റെയിൽവേ ട്രാക്കിന്റെ അടുത്തുള്ള. ഓക്കെ. മതിയാ? മുമ്പ് സ്കൂള് പഠിച്ചിരുന്ന സമയത്ത് ഈ സ്കൂളിനകത്തേക്കൊക്കെ കയറാൻ വലിയ താല്പര്യമായിരുന്നു. കയറലുണ്ട്. അത് ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടി വേണം, അപ്പോഴൊക്കെ കയറും. അല്ലാതെ കയറൽ നടക്കൂല. കാരണം ഞങ്ങൾ വണ്ടൂർ ബോയ്സ് സ്കൂള്, ഇവിടെ വരും. ഞങ്ങള് കുറച്ച് എന്താ പറയാ, ചേർച്ചയില്ലാത്ത ആൾക്കാരായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ നൈസായിട്ട് ഇറങ്ങാം. നേരെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഏരിയയും അവിടെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനും റെയിൽവേ ട്രാക്ക് കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ഇവിടെ 2 വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പില്ല. ഒരു വണ്ടി ഇങ്ങനെ വന്നാൽ നമ്മൾ ഇറക്കി കൊടുക്കണ്ടേ. അത്ര ഉള്ളു ഈ റോഡിന് പേര്. എന്നാൽ പിന്നെ നമ്മൾ അടുത്ത ട്രിപ്പ് വണ്ടൂർ എത്താൻ കിട്ടണമെങ്കിൽ പോണ വൈക്ക് വല്ല മടക്കുണ്ടെങ്കിൽ അതൊക്കെ കയറ്റിയിട്ട് അങ്ങനെ വണ്ടൂർ പിടിക്കാം, സ്റ്റാൻഡ് പിടിക്കാം. നല്ല മഴക്കോളുണ്ട്. എന്താ അറിയില്ല, പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ട്. ഇപ്പൊ സമയം 5:50. ചിന്നുവിന്റെ നാട്ടിലേക്ക് ഒരു ട്രിപ്പ് കിട്ടിയതാണ്. ചിന്നുവിന്റെ നാട്ടിലെ കുട്ടികൾ റോട്ടിലെ കളിക്കലുമാണ്. എല്ലാരും സൈഡ് മാടോ. എന്താ പറയാ, ഞാന് ഇങ്ങോട്ടേക്കൊരു 40 രൂപ പോയിന്റിക്ക് വന്നതാണ്. ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് പറയുകയാണെങ്കിൽ അതിയായ ശോകമാണ്. ഉച്ചയ്ക്ക് ശേഷം ഒരു 100 രൂപയുടെ നല്ല ട്രിപ്പ് തുടക്കത്തിൽ നമുക്ക് കിട്ടിയെന്നല്ലാതെ പിന്നെ നല്ല ട്രിപ്പും കിട്ടണില്ല, ലൈനും അനങ്ങണില്ല, മൊത്തത്തിൽ സ്റ്റെക്കായി കിടക്കണം. പക്ഷെ ഈ ഒരു മഴ പെയ്യുവാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കും. പെയ്താൽ കുടയെടുക്കാതെ വന്ന ആളുകൾക്കൊക്കെ വണ്ടി നിർബന്ധമായി വരും. അപ്പോൾ ഞങ്ങൾക്ക് തോട്ടം കിട്ടും. ചെങ്ങന്മാരെ അങ്ങനെ ഒരു 6:40 ആയപ്പോ നമ്മൾക്കൊരു ട്രിപ്പ് കിട്ടിയതാണ്. ഒരു 130 രൂപയുടെ ഒരു 6 കിലോമീറ്റർ ദൂരത്തേക്ക്. മഴ ഞാൻ പ്രതീക്ഷിച്ചത്ര വലിയൊരു പെയ്തില്ല. പക്ഷെ വരവൊക്കെ കണ്ടപ്പോ നല്ല അടിച്ചാ പൊളിച്ച പെയ്യുന്ന കരുതിയതാ. ഒരു ചെറിയ ചാറ്റിൽ മഴയോട് പോയിട്ട് അതിനകത്ത് തീർന്നത്. ഇനി 7 മണി 7:30 വരെയൊക്കെ നിൽക്കുള്ളൂ. ഓട്ടമില്ലാത്ത ദിവസം വെറുതെ കൂടുതൽ സമയം നിന്നിട്ട് കാര്യമില്ല, കിട്ടുമൊന്നുമില്ല, ഉണ്ടാവില്ല. ഇല്ലാത്ത ദിവസം ഇങ്ങനെ തന്നെ ഇല്ല, നമ്മൾ ഉൾക്കൊള്ളണത്. ചെങ്ങന്മാരെ നാട്ടിലാണ്, വീട്ടിക്ക് പോയോണ്ടിരിക്ക. വീടെത്തി. അത് ഇന്നത്തെ പരിപാടി ഞാൻ അവസാനിപ്പിച്ചു കേട്ടോ. അപ്പൊ സമയം 7:00. ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചു. പിന്നെ ക്രിസ്ത്യാനോയുടെ കളിയില്ല, പോർച്ചുഗലിന്റെ കളി ഉണ്ട്. അത് മാത്രല്ല ഒരു 700 റുപ്യക്കാണ് ഓടിയിട്ടുള്ളത്. ഇത് 10 രൂപയാണ്. പിന്നെ ഛർദി കാരണം വേറെ ഒന്നും ഓക്കെ.
ആരുടെ പഠിക്കുക. ആ അവര് പഠിക്കണ്ട്. എന്നാ ഓക്കെ, നാളെ കാണാം.